എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരെശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരെശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, പാർസി രാജാവായ കോരെശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദായിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിലെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരൂശലേമിലെ ദൈവാലയം വകയ്ക്കായി ഔദാര്യദാനങ്ങളായും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദായുടെയും ബെന്യാമീന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിയുവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർത്തവർ എല്ലാവരും കൊടുത്ത ഔദാര്യദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റു സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവ ആലയവക ഉപകരണങ്ങളും കോരെശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. പാർസി രാജാവായ കോരെശ് ഭണ്ഡാര വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു യഹൂദ പ്രഭുവായ ശേഷ്ബസ്സറിന് എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണമാവിത്: പൊൻതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, രണ്ടാന്തരം വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളാകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ്ബസ്സർ കൊണ്ടുപോയി. എസ്രയുടെ പുസ്തകം 2-ാം അധ്യായം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരൂശലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്കും മടങ്ങി വന്ന സംസ്ഥാനവാസികളാവിത്: സെരുബ്ബാബേലിനോട് കൂടെ വന്നവർ യേശുവ, നഹമ്യാവ്, സെരായാവ്, രയേയാവ്, മൊർദെഖായി, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായി, റഹൂം, ബാന എന്നിവർ. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്: പാരോഷിന്റെ മക്കൾ 2172, ഷെഫത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 775, യേശുവയുടെയും യോവാബിന്റെയും മക്കൾ, പഹത് മോവാബിന്റെ മക്കൾ 2812, ഏലാമിന്റെ മക്കൾ 1254, സദ്ദൂവിന്റെ മക്കൾ 945, സക്കായിയുടെ മക്കൾ 760, ബാനിയുടെ മക്കൾ 642, ബേബായിയുടെ മക്കൾ 623, അസ്ഗാദിന്റെ മക്കൾ 1222, അദോനിക്കാമിന്റെ മക്കൾ 666, ബിഗ്വായിയുടെ മക്കൾ 2056, ആദീന്റെ മക്കൾ 454, യെഹിസ്കിയാവിന്റെ സന്തതിയായ ആദേരിന്റെ മക്കൾ 98, ബോസായിയുടെ മക്കൾ 323, യോരയുടെ മക്കൾ 112, ഹാഷൂമിന്റെ മക്കൾ 223, ഗിബാരിന്റെ മക്കൾ 95, ബെദ്ലഹേമ്യർ 123, നെതോഫാത്യർ 56, അനാദോത്യർ 128, അസ്മാവേത്യർ 42, കിര്യത്ത് യെയാരീം, കഫീര, ബെയേറോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമായിലെയും ഗേബയിലെയും നിവാസികൾ 621, മിഷ്മാന്യർ 122, ബെഥയിലെയും ഹായിലെയും നിവാസികൾ 223, നെബോ നിവാസികൾ 82, മഗ്ബീഷാവിൻ്റെ മക്കൾ 156, മറ്റേ ഏലാമിൻ്റെ മക്കൾ 1254, ഹാരിമിൻ്റെ മക്കൾ 320, ലോദ്, ഹാദീദ്, ഓനോ എന്നിവയിലെ നിവാസികൾ 725, എരിഹോ നിവാസികൾ 345, സെനയ നിവാസികൾ 3630. പുരോഹിതന്മാരാവിത്: യേശുവയുടെ ഗ്രഹത്തിലെ യെദയ്യാവിൻ്റെ മക്കൾ 973, ഇമ്മേരിൻ്റെ മക്കൾ 1052, പശൂരിൻ്റെ മക്കൾ 1247,
ഹാരീമിൻ്റെ മക്കൾ 1017. ലേവ്യർ ഹോദവ്യാവിൻ്റെ മക്കളിൽ യേശുവയുടെയും കൽമിയേലിൻ്റെയും മക്കൾ 74. സംഗീതക്കാർ ആസാഫ്യർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷല്ലൂമിൻ്റെ മക്കൾ, ആദേരിൻ്റെ മക്കൾ, തൽമോൻ്റെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോഭായിയുടെ മക്കൾ, ഇങ്ങനെ ആകെ 139. ദൈവാലയ ദാസന്മാർ സീഹയുടെ മക്കൾ, അസൂഫിയുടെ മക്കൾ, തബായൂത്തിൻ്റെ മക്കൾ, കെറൂസിൻ്റെ മക്കൾ, സിയാഹയുടെ മക്കൾ, പാദോൻ്റെ മക്കൾ, ലെബാനയുടെ മക്കൾ, അഗാബയുടെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, അഗാബിൻ്റെ മക്കൾ, ഷൽമായിയുടെ മക്കൾ, ഹാനാൻ്റെ മക്കൾ, ഗിദ്ദയേലിൻ്റെ മക്കൾ, ഗഹറിൻ്റെ മക്കൾ, രയാവീൻ്റെ മക്കൾ, രസീൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിൻ്റെ മക്കൾ, ഉസ്രിയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബെസായിയുടെ മക്കൾ, അസ്നയുടെ മക്കൾ, മെയൂന്യർ, നെഫീസ്യർ, ബക്ബുക്കിൻ്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഫൂരിൻ്റെ മക്കൾ, ബസൂത്തിൻ്റെ മക്കൾ, മെഹീദിയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കൂസിൻ്റെയും സീസെരയുടെയും മക്കൾ, തേമഹിൻ്റെ മക്കൾ, നെസീഹിയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമോന്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, അസോഫേരത്തിൻ്റെ മക്കൾ, പെരൂദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കൂസിൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, രഫത്യാവിൻ്റെ മക്കൾ, ഹത്തീലിമിൻ്റെ മക്കൾ, പോക്കേരേത്ത് അസബയീമിൻ്റെ മക്കൾ, ആമിയുടെ മക്കൾ, ദൈവാലയ ദാസന്മാരുടെയും ശലോമോന്റെ ദാസന്മാരുടെയും മക്കളും ആകെ 392. തേൽ മേലഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ ഇവർ തന്നെ. എങ്കിലും തങ്ങൾ ഇസ്രയേല്യർ തന്നെയോ എന്നും തങ്ങളുടെ പിതൃഭവനവും വംശവിവരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലായാവിൻ്റെ മക്കൾ, തോബിയാവിൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 652. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിൻ്റെ മക്കൾ, ഹക്കൂസിൻ്റെ മക്കൾ, ഗിലെയാദിനായ ബർസില്ലായിയുടെ പുത്രന്മാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായത് തിന്നരുത് എന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. ആകെ സഭ 40,360 പേർ ആയിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേർ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർ കഴുതയും 435 ഒട്ടകവും 5,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ചില പിതൃഭവന തലവന്മാർ യെരുശലേമിലെ യഹോവയുടെ ആലയത്തിങ്കൽ എത്തിയപ്പോൾ അവർ ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാനെ വെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദൈവാലയ ദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രയേലിലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എസ്രയുടെ പുസ്തകം 3-ാം അധ്യായം. അങ്ങനെ ഇസ്രയേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. യോസാദാക്കിന്റെ മകനായ യേശുവയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ഷെയൽതീയലിന്റെ മകനായ സെരൂബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. എഴുതിയിരിക്കുന്നത് പോലെ അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുമുള്ള നിയമപ്രകാരം അത് ദിവസത്തിൻ്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. അതിനുശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും അമാവാസ്യങ്ങൾക്കും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ച ഉത്സവങ്ങൾക്കൊക്കെയും യഹോവയ്ക്ക് ഔദാര്യദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കുമുള്ള യാഗങ്ങളും അർപ്പിച്ചു. 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയുടെ ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം ഇതുവരെ ഇട്ടിരുന്നില്ല. അവർ കൽപ്പണിക്കാരും ആശാരികളും ദ്രവ്യമായിട്ടും പാർസി രാജാവായ കോരശിന്റെ കൽപ്പന പ്രകാരം ലബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴി യാഫോവിലേക്ക് കൊണ്ടുവരേണ്ടതിന്
സീദോന്യർക്കും സോര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായിട്ടും കൂലി കൊടുത്തു. അവർ യെരൂശലേമിലെ ദൈവാലയത്തിങ്കൽ എത്തിയതിന്റെ 2-ാം ആണ്ട് 2-ാം മാസം ശെയൽതീലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. 20 വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുവാൻ നിയമിച്ചു. അങ്ങനെ യേശുവയും അവന്റെ പുത്രന്മാരും സഹോദരന്മാരും കൽമിയേലും അവന്റെ പുത്രന്മാരും ഹോദവ്യാവിന്റെ പുത്രന്മാരും ഹെനാദാവിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരകന്മാരായ ചെയ്യുവാൻ ഒരുമനപ്പെട്ടു നിന്നു. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവനത് എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പരത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. പുസ്തകം 4-ാം അധ്യായം. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദായുടെയും ബെന്യാമീന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ. നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെ പോലെ ഞങ്ങളും അന്വേഷിച്ചു. അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ ഏസർ ഹദ്ദോവിന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അതിന് സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിലെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന്റെ ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പീഡിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചകളെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്വേരോശിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരൂശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായപത്രം എഴുതി അയച്ചു. അർത്തഷ്ഠ രാജാവിന്റെ കാലത്ത് ബിഷ്മാലും മിത്രേദാത്തും ദാബേയാലും ശേഷം അവരുടെ കൂട്ടക്കാരും പാർസി രാജാവായ അർത്തഷ്ടാവിന് ഒരു പത്രിക എഴുതി അയച്ചു. പത്രിക അരാമി അക്ഷരത്തിൽ അരാമി ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. ധർമാധീശനായ രഹൂമും രായസക്കാരനായ ശിംശായിയും യെരൂശലേമിന് വിരോധമായി അർത്തഷ്ഠ രാജാവിനും ഒരു പത്രിക എഴുതി അയച്ചു. ധർമാധീശൻ രഹൂമും രായസക്കാരൻ ശിംശായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ദീന്യർ, അഫർസത്യർ, തർപ്പേല്യർ, അഫർസ്യർ, അർക്കവ്യർ, ബാബേല്യർ, ശൂഷന്യർ, ദേഹാവ്യർ, ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാ പിടിച്ചു കൊണ്ടുവന്ന് ശമര്യ പട്ടണങ്ങളിലും നദിക്ക് ഇക്കരെ മറ്റു ദിക്കുകളിലും പാർപ്പിക്കുന്നതിനു ശേഷം ജാതികളും ഇത്യാദി. അവർ അർത്തഷ്ഠ രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ, നദിക്ക് ഇക്കരെയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ. തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുകയും അതിന്റെ മതിലുകളും കെട്ടുകളും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കുകയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തും എന്ന് രാജാവിന് ബോധിച്ചിരിക്കണം. എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകിയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായകയാലും ഞങ്ങൾ ആളയച്ചു രാജാവിന് ഇത് ബോധിപ്പിച്ചു കൊള്ളുന്നു. അവിടുത്തെ പിതാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപദ്രവമുള്ള പട്ടണം എന്നും അതിൽ അവർ പുരാതനമേ കലഹമുണ്ടാക്കിയതിനാൽ ഈ പട്ടണം നശിച്ചു കിടക്കുന്നുവെന്നും വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അറിവാറാകും. ഈ പട്ടണം പണിയുകയും അതിന് മതിലുകൾ കെട്ടിത്തീരുകയും ചെയ്താൽ അത് നിമിത്തം അവിടത്തേക്ക് നദിക്ക് ഇക്കരെ ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്നും രാജാവിനെ ഉണർത്തിച്ചുകൊള്ളുന്നു. അതിന് രാജാവ് ധർമാധീശനായ രഹൂമിനും രായസക്കാരനായ ശിംശായിക്കും ശമര്യ നിവാസികളായ അവരുടെ കൂട്ടുകാർക്കും നദിക്കും അക്കരയും
ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങൾക്ക് കുശലം ഇത്യാദി. നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നദ്ധയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ട് അവർ ശോധന ചെയ്തു നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്ത് നിൽക്കുന്നതെന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നുവെന്നും യെരൂശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു, അവർ നദിക്ക് അക്കരെയുള്ള നാടൊക്കെയും വാണു, കരവും നികുതിയും ചുങ്കവും വാങ്ങി വന്നു എന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നതുവരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിന് ആജ്ഞാപിപ്പിൻ. നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിപ്പിൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. അർത്തക്ഷ രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് രഹൂമും രായസക്കാരനായ ശിംഷായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ടപ്പോൾ അവർ യെരൂശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണിമുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാരിയാവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടുവരെ പണി മുടങ്ങിക്കിടന്നു. എസ്രയുടെ പുസ്തകം 5-ാം അധ്യായം. എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സഖറിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ഷെയൽതീയന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യോശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദൈവാലയം പണിയുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടി ഇരുന്ന് അവരെ സഹായിച്ചു. ആ കാലത്ത് നദിക്കിക്കരെയുള്ള ദേശാധിപതിയായ തദ്നായിലും ഷെദർ ബൊസ്നായിയും അവരുടെ കൂട്ടക്കാരൻ അവരുടെ അടുക്കൽ വന്ന് അവരോട്, ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്ത് എന്നും അവരോട് ചോദിച്ചു. എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദാര്യാവേശിന്റെ സന്നദ്ധിയിൽ ബോധിപ്പിച്ചു മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. നദിക്ക് ഇക്കരെ ദേശാധിപതിയായ തദ്നാനിയും ഷെദർ ബൊസ്നാനിയും നദിക്കിക്കരെയുള്ള അഫർസ്യക്കാരനായ അവന്റെ കൂട്ടക്കാരും ദാര്യാവേശിന് രാജാവിന് എഴുതി അയച്ച പത്രികയുടെ പകർപ്പ് അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു. അതിൽ എഴുതിയിരുന്നത് എന്തെന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവ്വമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. അത് അവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു, ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രതയായി പണി നടത്തുന്നു, അവർക്ക് സാധിച്ചും വരുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിയുവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധിയിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവരുടെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സൻവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രായേലിൽ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ച് ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബേൽ രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ കോരേശ് രാജാവ് ഈ ദൈവാലയം പണിവാൻ കൽപ്പന തന്നു. നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വച്ചിരുന്ന ദൈവാലയ വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരേശ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്നെടുപ്പിച്ച് താൻ നിയമിച്ച ശേഷ്ബസർ എന്നു പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്തു യെരൂശലേമിലേക്ക് മന്ദിരത്തിലേക്ക് കൊണ്ടുചെല്ലുക. ദൈവാലയം അതിന്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശേഷ്ബസർ വന്ന് യെരൂശലേമിലെ ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടു. അന്നു മുതൽ ഇന്ന് വരെ അത് പണിതു വരുന്നു. ഇതുവരെ അത് തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകയാൽ രാജാവ് തിരുമനസ്സായി യെരൂശലേമിലെ ഈ ദൈവാലയം പണിവാൻ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാര ഗ്രഹത്തിൽ ശോധന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു.